കൂട്ടുകാരെ, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലേ വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ, അതും ഹോം മെയ്ഡ് ക്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ക്ലേയിൽ ഒരു പീസ് ഇതേപോലെ ഈർക്കൽ വെച്ച് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലേറ്റും സ്പൂണുമാണ് കേട്ടോ. നമ്മുടെ ഷോർട്സ് കണ്ടവർക്ക് അറിയാം, അതിൽ സ്പൂൺ ഉണ്ടാക്കുന്ന മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കാരണം അത് വളരെ വലിയ വീഡിയോ ഇത് കാരണം കട്ട് ചെയ്ത് 3 മിനിറ്റിലേക്ക് ഒതുക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ആ സ്പൂണിൻ്റെ പിടി ഒന്ന് നേരെയാക്കി എടുക്കുകയാണ്. ഇത് ഷോർട്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ എൻ്റെ ഒക്കെ ഒന്ന് ശരിക്കും ഒപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് ഒന്ന് നീളം കുറച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത്ര നീളം നമുക്ക് വേണ്ട ആവശ്യമില്ല. കാരണം പ്ലേറ്റിനെക്കാട്ടിലും അത്ര വലുതാവരുത് സ്പൂണ്, എന്നാൽ പറ്റ ചെറുതാവരുത്, ഒരു മീഡിയം സൈസൊക്കെ വേണം. അത് കാരണം ഞാൻ ചെറുതാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നീളം കൂട്ടിയിട്ട് വണ്ണം കൂടെ കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഒന്ന് നമ്മുടെ വർക്ക് കഴിഞ്ഞ ഫിനിഷിങ് പോലെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും വെള്ളം വെച്ചിട്ട് ഒന്നിങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് മിനുസാവും ചെയ്യും, ഒപ്പാവർത്തതൊക്കെ ഒപ്പാവും ചെയ്യും. പിന്നെ നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരേ ആവശ്യത്തിന് ക്ലേ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ മിനി കിച്ചൺ സെറ്റിൽ വേണ്ട ചീനച്ചട്ടി അതുപോലത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അമ്മിക്കല്ല്, ആട്ടുകല്ല്, ഇതൊക്കെ നമ്മളിങ്ങ് ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾ എന്തുണ്ടാക്കണമെന്ന് നമ്മുടെ ഷോർട്സിലും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ വീഡിയോയിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തോ. കൂടുതൽ പേരും എന്ത് പറയുന്നോ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക. നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക അടുത്തത് എന്തുണ്ടാക്കണമെന്ന്. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കട്ടിയുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ആ ഷേപ്പിലേക്ക് വരാൻ ഇത്തിരി പാടാണ്. ഇത്തിരി ഒരു ഷേപ്പ് ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈർക്കളി വെച്ചിട്ട് എന്ത് ചെയ്തു, അവിടത്തേക്ക് ഒന്ന് ക്ലേ ഒന്ന് നീക്കി കൊടുത്തു. അതിനുശേഷം ആ ക്ലേ മാറ്റിയിട്ട് അവിടെ ഒന്ന് മിനുസപ്പെടുത്തിയെടുത്തു കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു ഷേപ്പൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇത് വെയിലത്ത് വെച്ച് പരമാവധി നിങ്ങൾ ഉണക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വെയിൽ കാട്ടി എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇത് ക്ലേ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കട്ട പിടിക്കാൻ പറയുമ്പോൾ അതൊന്ന് വിള്ളൽ വീണിട്ട് കട്ട പിടിക്കും. അതാകുമ്പോൾ പിന്നെ നമുക്ക് ക്ലേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതാകെ വെള്ളം പോലെ ആയി പോകും. പിന്നെ നമുക്ക് ക്ലേ വെറുതെ വേസ്റ്റ് ആവും. അത് കാരണം അതിന് വെറുതെ വെയിൽ കൊടുത്ത് ഉണക്കാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പിൻ്റെ അവിടെ വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ വെറുതെ ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ഒരു ദിവസം തന്നെ വെച്ചാൽ മതി. നമ്മൾ നൈറ്റ് കിടക്കുന്ന നേരത്ത് വെക്കുക, പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് ഭാഗത്തും ഒക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലേ ആവാത്തോടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി ഒന്ന് സ്ട്രെയിറ്റിൽ കൈ വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കണം. നമ്മുടെ അടുത്ത് ടൂൾസ് ഇല്ലാത്ത കാരണം നമ്മൾ ഈർക്കളി കൈ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ടൂൾസ് ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ടൂൾസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ടൂൾസ് ഇല്ലാത്തത് കാരണം അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പൂണിൻ്റെ പണി ഏകദേശം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പ്ലേറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കടന്നു കേട്ടോ. പ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് സ്പൂൺ ഉണ്ടാക്കാനായിരിക്കും ബുദ്ധിമുട്ട്, പ്ലേറ്റ് പറഞ്ഞാൽ പരത്തി ഒന്ന് റെഡിയാക്കിയാൽ വേഗം കിട്ടുമെന്നാണ്. പക്ഷേ സ്പൂണാണ് കേട്ടോ ഏറ്റവും വേഗം ചെയ്യാൻ പറ്റിയത്. പ്ലേറ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളതൊന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെള്ളം തേച്ച് മെഴുകുക എന്ന് പറയില്ല, അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ബാക്ക് ഭാഗത്തൊക്കെ ജസ്റ്റ് വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വിള്ളൽ വീണതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് നേരെയൊക്കെ എടുക്കണം കേട്ടോ. പ്ലേറ്റ് ഉണ്ടാക്കൽ ഫസ്റ്റ് ട്രയൽ നടന്നില്ല കേട്ടോ, സെക്കൻഡ് ട്രയലും നടന്നില്ല. 3-4 വട്ടമൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നടന്നത്. ഇത് പിന്നെ വെള്ളം കൂടുമ്പോൾ നമുക്കത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പരത്തൽ ഓവറായി കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞു കഴിഞ്ഞാലും അത് വിള്ളൽ വീഴാനും പൊട്ടാനും സാധ്യതയുണ്ട്. ഞാൻ രണ്ടാമത് ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ, ഇങ്ങനെയാണ് കിട്ടിയത്. എന്നിട്ട് ഏകദേശം വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടി. പക്ഷേ അത് പൊട്ടിപ്പോകുന്നുണ്ട്. എൻ്റെ ക്ലേൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെ ആക്കാൻ നോക്കിയതല്ല, പക്ഷെ ലാസ്റ്റ് ആയി വന്നതാണ് കേട്ടോ. ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് പൊട്ടിപ്പോരും. പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തപ്പോൾ ഇതേപോലെ അടിച്ചൊന്ന് അമർത്തിയതിന് ശേഷം ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത്തിരി കട്ടിക്ക് തന്നെ നമ്മൾ ക്ലേ എടുക്കുക പ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അടുത്തത് നമ്മൾ ചീനച്ചട്ടിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ കൂടുതലും ആൾക്കാർ എന്താണോ പറയുന്നത് അതായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ഓരോരുത്തർ പറയുന്നത് ഉണ്ടാക്കാൻ നിന്ന് നമുക്ക് അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ ക്ലേ വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ആൾക്കാർ പറയുന്നത് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. എന്നിട്ട് മൂന്നാമത്തെ ട്രയൽ ക്ലേ ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് കൈ വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നാമത് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ ഞാനതൊന്ന് വെള്ളം വെച്ച് മെഴുകി കൊടുക്കുക എന്നൊക്കെ പറയും, അതേപോലെ മെഴുകി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കൊടുക്കുക. നിങ്ങൾക്കിത് പെയിൻ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പെയിൻ്റ് അടിച്ചിട്ട് കാണാനാണോ ഇഷ്ടം, അതോ ഇങ്ങനെ നമ്മുടെ സാധാ ക്ലേൻ്റെ കളറിൽ കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊന്ന് പറയാം.
ഇങ്ങനെ വെള്ളം വെച്ചാക്കുന്നതിന് കേട്ടോ മെഴുകുക എന്ന് പറയുക. നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ ആക്കുന്നതിന് എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ താഴെ. അപ്പോൾ അത് ഇതേപോലെ ആക്കുമ്പോൾ നമ്മൾ അവിടെ വിള്ളൽ വീണതൊക്കെ പോയി കിട്ടുന്നുണ്ട്. ഇനി ഇതേപോലെ തിരിച്ചിട്ടിട്ടും ചെയ്യണം. ചിലപ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ചെയ്തപ്പോൾ നല്ല ഒട്ടിപ്പിടിച്ചു. പിന്നെ അത് എടുത്തപ്പോൾ അത് നടു പൊട്ടിപ്പോവാണ് ചെയ്തത്. പിന്നെ രണ്ടാമത് ഉരുട്ടി സെറ്റാക്കിയിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ അയക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതേപോലെ ഇത് മൂന്നാമത്തെ ട്രൈയിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഒപ്പാക്കിയെടുത്ത് പിന്നെ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പരത്തി എടുത്തിട്ടുണ്ട്. വിള്ളലുകളൊന്നും വരാതെ ശ്രദ്ധിക്കുക നമ്മൾ നല്ല. ക്ലേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല വെയിലുള്ള ദിവസം തന്നെ തിരഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെയിലില്ലാത്ത ദിവസമാണെങ്കിൽ അടുപ്പിൻ്റെ അവിടെ നിന്നിട്ട് ഉണക്കാൻ പറ്റില്ല. കാരണം ക്ലേ ഉണ്ടാക്കുമ്പോൾ നല്ല വെയിൽ വേണം. വെയിൽ കൊണ്ടുണങ്ങണം. പിന്നെ എല്ലാ സൈഡും ഈക്വലായിട്ട് വെയിൽ കൊണ്ടുണങ്ങണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലേ ചീത്തയായി പോകാനും സാധ്യതയുണ്ട്. ഇനിയിത് നല്ല ഡ്രൈ ആയാൽ പൊട്ടിപ്പോവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ നമ്മൾ കുക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും അത് പൊട്ടിപ്പോകാമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് കുക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. നമുക്ക് എന്തായാലും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഫ്രൈ പാനും ചീനച്ചട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു മിനിയേച്ചർ കുക്കിംഗ് പോലെ നമുക്ക് എന്തെങ്കിലും ദോശ ഉണ്ടാക്കിയോ ഒക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ മണ്ണിൻ്റെ ആയത് കാരണം നടക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൗളുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അത് ഇതേപോലെ ഒന്ന് വിള്ളൽ വീണിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് വെള്ളം വെച്ച് തന്നെ നേരെയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ജസ്റ്റ് ക്ലേ ഇട്ടിട്ട് നേരെയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടിയിൽ വെള്ളമാക്കിയതിന് ശേഷം അവിടെ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം അമർത്തി കൊടുക്കരുത്. ഞാനത് ചെയ്ത കാരണം അതവിടെ ഒട്ടിപ്പിടിച്ചു. പിന്നെ രണ്ടാമതും ഞാൻ നേരെയാക്കേണ്ടി വന്നു. ഇതേപോലെ അമർത്തി കൊടുത്തപ്പോൾ അവിടെ അടിയിൽ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. ഒട്ടിപ്പിടിച്ചപ്പോൾ പറിച്ചെടുത്തപ്പോൾ പൊട്ടിപ്പോന്നു. എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അത് മാക്സിമം അത് ചെയ്യാതിരിക്കുക. എന്നിട്ട് ഇതേ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു. എന്നിട്ട് നല്ല വൃത്തിക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇരിക്കളി വെച്ച് അടിയിൽ കൂടെ കുത്തിയപ്പോൾ ക്ലേ പൊട്ടുകയാണ് ചെയ്തത്. പിന്നെ അത് ഇതേപോലെ എടുക്കാൻ നോക്കിയപ്പോൾ നല്ല കട്ടിയുണ്ടായിരുന്നു. അങ്ങനെ അതും പാളിപ്പോയിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ ട്രൈയിലാണ് നേരെയാവുന്നത്. ഇപ്പോൾ ഏകദേശം ക്ലേൻ്റെ ഒരു പരിവൊക്കെ നേരെയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് നേരെയാക്കി എടുത്തു. പിന്നെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് നേരെയാക്കാൻ പറ്റി. പിന്നെ അത് ഇതേപോലെ കൈ വെച്ചൊന്ന് നേരെയാക്കി കൊടുത്തു. സൈഡുകളെല്ലാം ഒന്ന് ഒപ്പാക്കി കൊടുത്തു. ജസ്റ്റ് നമ്മളത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ പോലെ ആക്കിയെടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കെന്തായാലും ഒരു പ്രാവശ്യം കൂടി ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തെന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ വേഗം കമൻറ്റ് ചെയ്തോ കേട്ടോ. ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും ഇനി ക്ലേ ഉണ്ടാക്കണം. ഞാൻ കുറച്ചൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം സക്സസ് ആവുമോ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. നമ്മളിത് ചെയ്യുമ്പോൾ ഒരു തോർത്തന്നെ യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അരിക്കുമല്ലോ. അങ്ങനെ അരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരു ഡബിൾ ലെയർ കോട്ടൺ തുണി വെച്ചിട്ട് അരിക്കുക. എന്നിട്ട് വെയിലത്ത് കൊണ്ട് വെക്കുക. വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റിക്ക് വെള്ളം ഊർന്നു പോവുകയും ചെയ്യും, മുകളിൽ ക്ലേ ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മളതൊന്ന് പരത്തി കൊടുക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് വെയിൽ കൊള്ളണം കേട്ടോ. എന്നാലേ നമുക്ക് ക്ലേ ഉണങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ക്ലേ കട്ട പിടിച്ചാൽ പിന്നെ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാനേ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ലാസ്റ്റ് മെഴുകി എടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലായിടത്തും ഒപ്പാക്കുന്നതിനാണ് കേട്ടോ മെഴുക എന്ന് പറയുന്നത്. എന്നിട്ട് ബക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് നേരെയാക്കി കൊടുത്തു, ഉള്ളിലൊക്കെ ഒന്ന് നേരെയാക്കി കൊടുത്തു. അപ്പോൾ ഇതേ ഫൈനലായിട്ട് നമ്മളുടെ ലുക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്കിതിലും കൂടെ കുറച്ച് വലിയ പാത്രം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇനി അടുത്ത വീഡിയോയിൽ നമുക്കത് വലുതാക്കി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ക്ലേ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല സോപ്പിട്ട് ഫ്രഷ് ആക്കിയതിന് ശേഷം മാത്രം ഭക്ഷണമൊക്കെ കഴിക്കുക. കാരണം ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് മണ്ണാണല്ലോ. അപ്പോൾ ഇപ്പം മഴക്കാലം കൂടി ആയത് കാരണം നിങ്ങളെല്ലാവരും കൈ നല്ല വൃത്തിയായി കഴുകണം. അപ്പോൾ അതേ ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനവിടെ ഒരു ഓട്ടയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു സ്പൂണിൻ്റെ ലുക്ക് തന്നെ വന്നത്. അപ്പോൾ അടുത്ത് എന്ത് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.